അപ്പോൾ ഇന്ന് ആട്ടി-18 ചപ്പിനെ നാനും ഏട്ടനും കൂടിയിട്ട് തിരഞ്ഞ് ലാസ്റ്റൊക്കെ ചപ്പില്ല പ്ലേസൊക്കെ വന്നിന്. അപ്പോൾ നാനും ഏട്ടനും കൂടിയിട്ട് ഇന്ന് ആട്ടിച്ചപ്പ് പറിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടുകൾ ആട്ടി-18 എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം ഒരു ദിവസമാണ്. അതെ അതെ എന്ന് പറഞ്ഞാൽ ആ ചപ്പ് കൊണ്ടുപോയിട്ട് പായസം വെക്കുന്ന ഒരു കൊല്ലത്തേക്ക് അതിൽ മറന്നു കൂടല്ലേ. അപ്പോൾ ഇത് തന്നെ ആട്ടിച്ചപ്പ് ഇഷ്ടം പോലെ ചപ്പുകളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ആട്ടിച്ചപ്പ് പറിച്ചിട്ട് കൊണ്ടുപോവാം. പിന്നെ ഈ ആട്ടിച്ചപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ 18 വക മറന്നു കൂടുമെന്ന് പറയുന്നുണ്ട്. ഈ കർക്കിടം 1 മുതൽ ഈ 18 ആകുമ്പോൾ ആ ചപ്പ് ഇന്നത്തെ ദിവസത്തേക്ക് ഇവിടെ പറയൽ കക്കട 18. അതെ, കക്കട 18 പറഞ്ഞാൽ ഇതിൽ 18 വീതത്തിൻ്റെ മറന്ന് ഇന്നക്ക് കൂടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് പറിക്കാം, ഒരു സൈഡിൽ നിന്ന് പറിച്ച് കൊണ്ടുപോവാം. അപ്പോൾ ഏട്ടൻ ചപ്പ് പറിച്ചുകൊണ്ടുണ്ട്, നമുക്ക് പറിക്കാം. കന്നഡത്തിൽ ആട്ടി-18 എന്ന് പറയും. കൊടകിൽ കക്കട 18, കൊടുക്കത്തട്ടിൽ പറയും. മലയാളത്തിൽ ആട്ടി-18 എന്ന് പറയും. അപ്പോൾ 3-4 പേരും ഉണ്ട് പറയൂ. അത് കേരളത്തിലല്ല ഇതെല്ലാം ഇല്ലേ നമുക്കറിയില്ല. കമന്റിൽ പറയാം. അതെ അതെ. ഇവിടെ കാണുന്നത് മൊത്തം ആട്ടിച്ചപ്പ്. എങ്ങനുണ്ട്? ഏട്ടൻ ഇവിടെ പറിക്കാൻ തുടങ്ങി. ഇവിടെ നിറച്ച ചപ്പുണ്ട്. നമ്മൾക്കിന്ന് ആട്ടിച്ചപ്പിൻ്റെ പായസമാക്കാം. ഇത് പൊതുവെ ഇതിൻ്റെ നേരായിട്ടുള്ള കണക്ക് കൂട്ടൽ എങ്ങനെ ഉണ്ടാവും പറഞ്ഞെങ്കിൽ ഇത് പായസം ഒന്നും ആക്കലല്ല. ഇത് ആട്ടിച്ചപ്പ് ഇതിനെ വേവിച്ചെങ്കിൽ ഒരു കറുത്തതോ ബ്ലൂ ഡബിൾ കളറായിട്ടൊരു വെള്ളം കിട്ടും. ആക്ച്വലി അതിനെ കുടിക്കേണ്ടത്. അപ്പോൾ അത് ഒരു ഇച്ചിരി കുടിക്കാൻ ബുദ്ധിമുട്ടാവും, ഒരു ചമർപ്പെല്ലാം ഉണ്ടാവും. അതിനെ കൊണ്ട് കുട്ടികൾക്കെല്ലാം പായസമോ പിന്നെ അതിൽ ഹലുവ പോലെ പിന്നെ കുറേ വെറൈറ്റിയിൽ ഈ ആട്ടിച്ചപ്പിൻ്റെ വെള്ളത്തിനെ യൂസ് ആക്കിയിട്ട് എന്തെല്ലാം ഡിഷസ് ആക്കും. അങ്ങനെ ആട്ടി-18 വന്ന് ആട്ടിപ്പായസം പറഞ്ഞിട്ട് ഫേമസ് എല്ലാ വീട്ടിലും ഉണ്ടാവും. നമുക്കും ഇതാക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഞാൻ ആക്കിന് ആയെങ്കിൽ കൊല്ല ആക്കലല്ലേ. അപ്പോൾ നമ്മളുടെ കുടുംബക്കാർക്ക് ഇതിനെ കാട്ടിക്കൊടുക്കാം. ഇതാ ഹാപ്പി കക്കട 18 ആട്ടി-18 ഇതന്നെയല്ലേ ചപ്പ്? അപ്പോൾ ഇത് അമ്മയ്ക്ക് ആട്ടിച്ചപ്പ് കൊണ്ടുവന്നിട്ട് ഡൗട്ട് ക്ലിയർ ആക്കിക്കൊണ്ട് ഇതേ ചപ്പോ അല്ലേന്ന്. അപ്പൊ അമ്മ ചപ്പ് തന്നെ ഇവിടെ നോക്ക്. 18 ദിവസം ആവുമ്പോ 18 നിറത്തിന്റെ മരുന്നെല്ലാം കൂടുന്ന ഇതാണ് നമുക്കിവിടെ കാഴ്ച കാണുന്നത്. തടിച്ചിട്ട് ഇതാ അയ്യാ ഈ ചപ്പ് ഞങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പായസം എന്താങ്ങ് മധുരം ഇട്ടിട്ട് വെച്ചാല് 18 വീതം മരുന്നു നമുക്ക് തടിക്ക് കൂടും. അത് കണക്ക്. അതമ്മ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലുണ്ടാകുമ്പോൾ ആട്ടി-18 വന്ന് പറഞ്ഞാൽ പായസം കുടിച്ച് ചോരേ കഴിക്കാനാവില്ല. എല്ലാ കേറിയ വീട്ടിലെല്ലാം ആട്ടി പായസം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാട്ടീന് ആയെങ്കിൽ ഒരിക്കൽ കൂടി കാട്ടി കൊടുക്കുക. പിന്നെ ഇനിയൊരു പ്രത്യേകത ഉണ്ട് ഇതിൽ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിന് ഈ ആട്ടി-18 നമ്മൾ ഈ ആട്ടിപ്പായസം തിന്നിട്ട് പോയിട്ട് നമ്മൾ യൂറിൻ പാസ്സാക്കുമല്ലേ. അപ്പോൾ ബ്ലൂ കളർ ഉണ്ടാവും. ചെറുപ്പത്തിൽ കുട്ടികളെല്ലാം ഇങ്ങനെ നിന്നിട്ട് വരിയായിട്ട് നിന്നിട്ട് ആൺകുട്ടികൾ എൻ്റെ കളർ ജാസ്തി നിൻ്റെ കളർ ജാസ്തി എന്ന് പറഞ്ഞിട്ട് അവിടെ വാദിച്ചുണ്ടാവും. അതേ രീതിയിൽ നമ്മൾ ഈ വേറെ ദിവസത്തിൽ എങ്ങനത്തെ കളർ ജ്യൂസ് കുടിച്ചാലും യൂറിൻ പാസ്സാക്കുമ്പോൾ വൈറ്റ് കളർ തന്നെ ഉണ്ടാവും. ഈ ആട്ടിപ്പായസം കുടിച്ചാൽ മാത്രം ബ്ലൂ കളറായിട്ട് വരും. അത് ഇതിൻ്റെ ഇനിയൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ചപ്പ് കൊണ്ടുവന്ന് ചപ്പിനെ ക്ലീൻ ആക്കിയുണ്ട്. എങ്ങനെ ക്ലീൻ ആക്കുന്നേ? ഇതിങ്ങനെ ചപ്പു ഇതിനെ പണ്ടടക്കിടണം. ഇങ്ങനെ പൊട്ടിച്ചിട്ട് വേവിച്ചെടുത്തടേ ജോയിന്റ് ഇങ്ങനെ പൊട്ടിക്കാം. നല്ല ക്ലീൻ ആക്കിയിട്ട് വേവിച്ചെടുത്തല്ലേ. എവിടെ പൊട്ടിക്കാനൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആക്കിന് ആയെങ്കിൽ കൊല്ല ഇത് ഉണ്ടാവല്ലേ. ഇങ്ങനെ ഈ തണ്ടിൽ തന്നെ വെള്ളം തീർന്നു. തണ്ടില് നല്ല മരുന്ന്. അത് ആടി-18 18 മറന്ന് കൂടിയിട്ടുണ്ടാവും അല്ലേ. ധന്യ പണി വിട്ടിട്ട് വന്ന് ഇതെല്ലാം തിളപ്പിച്ച് വെള്ളം എടുത്ത് ഇപ്പോൾ പായസാക്കാൻ റെഡി ആയിക്കൊണ്ടുണ്ട്. കളറ് എന്താ കളറ് നിർത്ത്. അപ്പോൾ ഇവിടെ നമ്മളുടെ
ആട്ടിച്ചപ്പ് നല്ല തിളച്ചിട്ട് വെള്ളം ഇറങ്ങിക്കൊണ്ടുണ്ട്. കളറ് പച്ച കളർ ചപ്പിന് നീല കളർ വെള്ളം, പർപ്പിൾ കളറ്. പിന്നെ ഇങ്ങനെ ഈ പായസത്തേക്ക് ഏലക്കപ്പൊടിയൊന്നും സാധാരണ കൂട്ടൂലല്ലേ? എന്താ പറഞ്ഞെങ്കിൽ എന്ത് കൂട്ടിയാലും ഇതിൻ്റെതായ ഒരു മണമുണ്ട്. ആ മണം ഇതിന് പോവില്ല. അരി കഴിക്കുന്ന വേണ്ടിട്ടാ. അരി കേക്കിട്ട് അതേ വെള്ളത്തില് അരിനെ വേവിച്ചെടുക്കാം. ഇതിലെ ബന്ധു കിട്ടും അല്ലേ? ഇതിലേ വേവിച്ചെടുക്കാം. എന്നിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടില്ല വെള്ളം? അത് വെന്ത പിന്നെ കുറച്ച് ഇത് കെട്ടിയാവാ? ഗട്ടിയാവും. അരിന്റെ കളറ് ഒരുമാതിരി മാറി. ഏലക്ക നോക്കട്ടെ, ഒന്ന് ഏലക്ക്. അതാ അരിന്റെ കളർ കാണുന്നത്. അപ്പം നമുക്ക് ഇന്ന് ആടി 18 ദിവസം എല്ലാവരുടെ വീട്ടിലും പായസം ഉണ്ടാവും. അപ്പം നമ്മളും ആക്കിക്കൊണ്ടുണ്ട്. വിസൽ ബാ. അപ്പം നമ്മൾ അരി ഇട്ടിട്ട് വിസൽക്ക് വെയിറ്റ് ആക്കിക്കൊണ്ട് വന്ന് 4 വിസിലായി. അവിടെ വിസിലടിച്ച് ഇത് വെള്ളം വൈറ്റ് 4 കട്ടമല്ല. ഇതെങ്ങനെ ഇടും? പൊടിയാക്കിട്ടിട്ടല്ല. ഇനി ഇതിന് തിളപ്പിക്കണേ. നല്ല തിളച്ച് വരട്ടെ. ഇതിന്റെ വെള്ളം തന്നെ ഇത് ഇനി നല്ല ഗട്ടിയാവും, തിക്കായിട്ടാവും അല്ലേ? ഇനി വെള്ളം ഇട്ടിട്ട് തിളപ്പിക്കാൻ വെക്കാം. വെള്ളം ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടാ. ഇങ്ങനെ കട്ടയുണ്ട് വെള്ളം. വെള്ളം ഇതിൽ കുറുകു. അതെയാ? ചോറ് വേകുമ്പോ മാത്രം പായസത്തിൽ വെച്ചിട്ട് ഭയങ്കര എളുപ്പമില്ല പായസം. ഏത് ഇതേ പായസം പെട്ടെന്ന് പണിയേ ഇല്ല. വെള്ളത്തിലാക്കല്, വെള്ളം അങ്ങോട്ട് ഇടല്, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ താളിച്ചാലായി. ഈസി പായസം. ഇത് കൊടകന്മാരെല്ലാം ഇതിന്റെ വെള്ളം അങ്ങനെ എടുത്ത് വെക്കുമല്ലേ? 18-ാം തീയതിക്ക് അതിന്റെ വെള്ളം എടുത്തിട്ട് അതിനങ്ങനെ സ്റ്റോക്കാക്കി വെച്ചിട്ട് വിധവിധമായ ഡിഷസ് അതിലാക്കും. വെറും പായസം മാത്രമല്ല, ഇതിൽ എന്തെല്ലാം ആക്കൂ. എന്ത് ആട്ടിന്റെ ഇഡ്ഡലി ആക്കൂ, ഹലുവ ആക്കൂ, റവയില് തിക്കായിട്ട് ഹലുവ പോലെ ഉണ്ടാവും. എന്നാ തിന്നണത് ഇത് തിളച്ചിട്ട് വേണ്ടിയിട്ട് കുറുക്കി പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. നമുക്ക് അത് നല്ല ആയ പിന്നെ തേങ്ങ ചിരകിട്ട് ഇട്ടിട്ട് തിന്നും. നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിക്കാം. അപ്പൊ അവിടെ ഏട്ടൻ്റെ കൂടി പായസം ആയതുകൊണ്ടുണ്ട് ഞാൻ ഏട്ടന് പോയിട്ട് ചപ്പ് പറിച്ചിട്ട് വന്നത്. ഇവിടെ അപ്പൊ നമ്മളുടെ കൂടി ഇന്ന് പായസം ആയിക്കൊണ്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി സമയത്തില് നമ്മളുടെ ആട്ടിപ്പായസം റെഡിയാവും അല്ലേ? ഇതാ പൂച്ച ഉണക്കുമീനിനെ മന്തിട്ട് വരുന്ന കാരണം 2 ആൾ വന്നിട്ട് കിച്ചണിൽ നിന്ന് എന്താ അധികം ഓക്കെ ഇപ്പൊ ഒരു 5 മിനിറ്റില് സൂപ്പറായിട്ടായിരുന്നു അല്ലേ? ഇനി എത്ര നേരം ബെല്ലിടുമോ? ബെല്ലിട്ടും കൊണ്ട് കുറച്ച് കളർ ഇതായി. പഞ്ചസാര ആക്കിയിട്ടുണ്ടെങ്കിൽ അതേ കളർ വരും. പക്ഷെ നമ്മൾ മരുന്നല്ലേ, അങ്ങനെ വെള്ളത്തിലേ. ഇതാ നമ്മളുടെ സാപ്പിന്റെ അണ്ടിപ്പരിപ്പ് വറക്കാൻ പോണ്ട് അല്ലേ? പോയി ഇപ്പൊ നെയ്യ് ഇട്ടുണ്ട്. എന്തിനും തന്നെ അത് തളിക്കാൻ ഗോതമ്പി ദ്രാക്ഷി ഇടാൻ. അണ്ടിപ്പരിപ്പ് ഗോതമ്പി അല്ലേ? കന്നഡത്തില് ഗോതമ്പി. അണ്ടിപ്പരിപ്പ് നല്ല റോസ്റ്റ് ആയിക്കൊണ്ടുണ്ട്. നല്ല ഗോതമ്പി നല്ല ബ്രൗൺ കളറായി. ഗോതമ്പി അല്ല അണ്ടിപ്പരിപ്പ്. മുന്തിരി ഉണക്ക മുന്തിരി ഇതന്നെ മെയിൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പൊ ഇത് കടിക്കാൻ കിട്ടുമല്ലേ? നല്ല ഉണ്ടാവും. ഇത് രണ്ടും കടിക്കാൻ കിട്ടുമല്ലോ മണിയേട്ടാ. തേങ്ങ ഗോതമ്പി ദ്രാക്ഷി എല്ലാം. അപ്പൊ നല്ല ഉണ്ടാവും. പുറത്ത് നല്ല മയ്യോ ചൂടാക്കി റെഡിയായി പായസം റെഡി. ആ പൂച്ചകളെ വരി പായസം റെഡി. അപ്പൊ ഫസ്റ്റ് പൂച്ചകൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. കുട്ടിക്ക് കുറേ നേരമായി ചോദിക്കുന്നേ. അതൊക്കെ തിന്നിട്ട് ഒന്ന് രുചി പറയണേ.
ചൂട് ചൂടെ തിന്നണോ? എങ്ങനെയുണ്ട് മുത്ത? ടേസ്റ്റ് നോക്കാൻ പോണ്ട്. പായസം ടേസ്റ്റ് നോക്കിട്ട് പറ. ഓക്കെ പോണെ. പൈസയുടെ 3 പ്ലേറ്റ് 3-4 ഇപ്പൊ പായസം തിന്നാൻ പുറപ്പെട്ട്. ആ സ്മെല്ല് കല്ല രണ്ടാളും ഇവിടെ അടുപ്പിന്റെ അടുത്ത് നിന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾക്ക് ആട്ടിപ്പായസം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ടേസ്റ്റ് ആക്കി നോക്കാം. സൂപ്പർ. അയ്യോ എന്ത് സൂപ്പറായി പറഞ്ഞാൽ അതിൻ്റെ മണവും അണ്ടിപ്പരിപ്പും നല്ല രസമുണ്ട്. അണ്ടിപ്പരിപ്പിന്റെ നല്ല സുഖം. എങ്ങനെയുണ്ട് മകനെ? സൂപ്പർ. എടുത്ത് തിന്ന ടേസ്റ്റ് നോക്ക് തന്നെയാ. ആക്കിയവരെ പാങ്ങുണ്ടെന്ന് പറഞ്ഞ രസമില്ല നമ്മൾ പറയാൻ. എങ്ങനെയുണ്ട് നീച്ചാ? സൂപ്പർ. എങ്ങനെയുണ്ട് അതിക്കാ? സൂപ്പർ. അപ്പം നേരും പറയാ നമ്മളുടെ ആട്ടിപ്പായസം സൂപ്പറായിന്. അപ്പോൾ നമുക്ക് ഇതേമാതിരി അടുത്ത ആട്ടി-18ക്ക് ഇനിയൊരിക്കൽ കൂടി വേറെ രീതിയിൽ ആട്ടിപ്പായസം ആക്കിയിട്ട് കാണാം. എല്ലാവരും ആട്ടിപ്പായസം തിന്നുന്ന തിരക്കിലുണ്ട്. അതെ, കർക്കിടക 18 പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഇതൊരു പായസം ഉണ്ടാവും. പക്ഷെ അടുത്ത വീട്ടിൽ എല്ലാവരും പറയും നിങ്ങളുടെ കളറായാന്ന് ചോദിക്കും. പക്ഷെ എല്ലാവർക്കും ഷെയർ ആക്കി തിന്നും ഞങ്ങളെല്ലാവരും. അവരാക്കിയത് നമുക്കൊന്നും തരും, നമ്മളാക്കിയത് അവർക്ക് കൊണ്ടേ കൊടുക്കും. എന്നിട്ട് ആരുടെ കളർ നല്ല നോക്കും, കളർ ആരുടേത്, ആരുടെ ടേസ്റ്റ് ഉണ്ട് എല്ലാം നോക്കും. എല്ലാവരും വേറെ വേറെ തരാക്കിട്ടുണ്ടാവും, നല്ല ഉണ്ടാവും. ചില ആൾക്കാർ റവ ഇട്ടിട്ടാക്കും, അരി ഇട്ടിട്ടാക്കും. അപ്പോൾ റവ ഇട്ട ആൾക്കാർ ഇങ്ങോട്ട് കൊടുക്കും, അരി ഇട്ട ആൾക്കാർ അങ്ങോട്ടും കൊടുക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിശേഷം ഇത്ര തന്നെ ഉള്ളത്. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം.